ബിഗ് ബോസ് സീസൺ 1 മലയാളം വിന്നർ സാബുമോൻ. സാബു ചേട്ടൻ ഒരു വേഴ്സറ്റൈൽ ആക്ടർ കൂടെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാബു ചേട്ടന്റെ. നമ്മുടെ ഏതായിരുന്നു ജെല്ലിക്കെട്ടിനകത്തൊക്കെ അഭിനയം, അയ്യോ കാലൊക്കെ തിമിർത്തു. അപ്പോ സാബു ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഇന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്നു. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടാണ് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിന്ന് 1-2 കുഞ്ഞു ക്ലിപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി. ദൈവത്തെ ഓർത്ത് പടിയൊന്നും തരരുത്, കോപ്പിറൈറ്റ് ഒന്നും തരരുത്, ജീവിച്ചു പോക്കോട്ടെ. ഇനി അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ കാണുന്ന ആളുകളോടും അപ്പോ എനിക്ക് നമ്മുടെ റോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ആങ്കർ ആണ് ഈ ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ മിക്ക ഇന്റർവ്യൂകളും ഇപ്പൊ എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് റോഹന്റെ ഇന്റർവ്യൂ. നല്ല കാലക്കൻ ചോദ്യങ്ങളാണ് അണ്ണൻ ചോദിക്കാറുള്ളത്, അടിച്ച് കീറാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ. പക്ഷെ ഈ അടുത്ത് ഞാൻ കണ്ടതിനകത്ത് എനിക്ക് മനസ്സിന് തൃപ്തി അല്ലാതെ പോയ ഒരു ഇന്റർവ്യൂ ആണ് സാബു ചേട്ടനെ വെച്ച് നമ്മുടെ റോഹൻ എടുത്ത ഇന്റർവ്യൂ. എന്തോ എനിക്കങ്ങോട്ട് എവിടേക്കോ മുക്കിയതുപോലെ അങ്ങനെയൊക്കെ എനിക്ക് എന്റെ പെർസ്പെക്റ്റീവ് ആണോ ഞാൻ പറയുന്നത്, എന്റെ പെർസ്പെക്റ്റീവ് ആണ്. എവിടേക്കോ കുറെ കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. അപ്പം അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഈ ക്ലിപ്പ് ഞാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയുകയാണ്, ഈ ക്ലിപ്പ് എന്റെ ആവുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു എഡിറ്റിങ്ങിന്റെ എന്തെങ്കിലും ഒരു കളി വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് സാബു ചേട്ടനോട് നമ്മുടെ ആങ്കർ കുട്ടൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരവൊന്നും ഇല്ല. പക്ഷെ ആ ക്വസ്റ്റ്യൻ നിർത്തി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള ഒരു സാധനമുണ്ട്. അവിടെ എന്തോ ഒരു കാര്യം എഡിറ്റ് ചെയ്ത് മാറ്റിയതുപോലെ എനിക്കൊരു ഫീൽ കിട്ടി. ഞാൻ പറയുന്നത് എന്റെ ഒരു ഇൻറ്റ്യൂഷൻ ആണ്, എന്റെ പെർസ്പെക്റ്റീവ് ആണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഒരിക്കലും അങ്ങനെ ഇന്റർവ്യൂ അവർ കട്ട് ചെയ്യും മുക്കുന്ന പരിപാടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്കറിയാം അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ നടക്കാറില്ല. പക്ഷെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നി. അത് നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. എനിക്കറിയത്തില്ല, ചിലപ്പം മിസ്റ്റേക്ക് പറ്റാം, തെറ്റ് പറ്റാം, എനിക്കും പറ്റാം. നമ്മളെല്ലാവരും മറ്റേ വലിയ കറക്റ്റായിട്ട് ഒന്നുമല്ല, ആർക്കും എപ്പോൾ വേണമെങ്കിലും തെറ്റ് പറ്റാം. പക്ഷെ എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് അവിടെ തോന്നി. അത് തോന്നാൻ കാരണം ഈ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഈ സീസണിലോട്ട് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മെഡിസിൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലാണ് അല്ലെ. സിബിന്റെ ഇങ്ങനെ ഒരു സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തു, ഇത് അനാവശ്യമായിരുന്നു എന്നുള്ള രീതിയിൽ ചർച്ച അത് സംസാരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ വിന്നർ ആയിരുന്നിട്ടുള്ള അഖിൽമാരാറാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചർച്ചകളിലെ മുൻ മത്സരാർത്ഥികളും ഈ സീസണിൽ നിന്ന് പുറത്തു വരുന്നവരും ഒക്കെ എവിടേക്കും മത്സരാർത്ഥികളും അതിന്റെ ഗെയിം ഷോയും മാത്രം ചർച്ചയാവുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഈ സീസണിലോട്ട് വരുമ്പോൾ എവിടേക്ക് അതിന്റെ ക്രൂ മെമ്പേഴ്സിനും കൂടിയും അല്ലെ അതിന്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ചില നിയമങ്ങൾ ചില ആളുകൾക്ക് ആപ്ലിക്കബിൾ ആയത്. ഇതങ്ങനെ നിയതമായ നിയമമൊന്നും എഴുതി വെച്ച നിയമങ്ങളൊന്നും ഉള്ളല്ലേ. ജസ്റ്റ് എ TV ഷോ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആണ്, ഒരു പ്രോഗ്രാം. അതിനപ്പുറത്തേക്ക് ഇതൊരു നിയമത്തിൽ അടിസ്ഥിതമാക്കി നടക്കുന്ന ഒരു സംഭവം, അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമൊന്നും അല്ല ഇത്. എപ്പോഴും ബിഗ് ബോസിനെ കുറിച്ച് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ? അതായത് വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിക്കോ. ഞാൻ അവിടെ വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞ് ജസ്റ്റ് കാരണം ഒരു ചോദ്യം ചോദിച്ചു, സിബിന്റെ കേസ് വെച്ചാണ് ചോദ്യം ചോദിക്കുന്നത്, മരുന്ന് കൊടുത്തതിനെ സംബന്ധിച്ച് അതിനെ പറ്റിയുള്ള ഒരു ഉത്തരം, ഒരു പ്രോപ്പർ ഉത്തരം സാബു ചേട്ടൻ അവിടെ കൊടുക്കുന്നില്ല. നേരെ മറിച്ച് ആ ഒരു ചോദ്യം നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മുടെ റോഹൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് മറ്റേ ഉത്തരം കംപ്ലീറ്റ് ആയോ ഇല്ല. അവിടെ എന്തോ ഒരു കട്ട് വന്നതുപോലെ എനിക്ക് തോന്നി. എന്തോ അവിടെ ഒരു കോൺവെർസേഷൻ അവരെ നിർത്തി, പിന്നെ ഇല്ലെങ്കിൽ സാബു ചേട്ടൻ പറഞ്ഞാണ് അതിനെപ്പറ്റി ചോദിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അത് അവിടെ നിർത്തി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയോ സിബിന്റെ ഒരു കാര്യമാണ് റോഹൻ അവിടെ ചോദിച്ചത്, മരുന്ന് കൊടുക്കുന്നത് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പൊ നടക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് സാബു ചേട്ടൻ അതിനുള്ളൊരു ഉത്തരം പോലും കൊടുത്തില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ അവിടെ, അല്ലെങ്കിൽ സാബു ചേട്ടൻ അത് കണ്ടിട്ടില്ല, എനിക്കങ്ങനെ അറിയില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സാബു ചേട്ടൻ പറയുന്നത് ഇതൊരു TV ഷോ ആണ്, ഇത് ഗെയിമായിട്ട് എടുക്കണം. എനിക്കത് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് പ്രോപ്പറായിട്ട് അതിനൊരു ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവല്ല സാബു ചേട്ടൻ അവിടെ പറഞ്ഞത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അല്ലെങ്കിൽ എന്റെ മാത്രം തെറ്റാണെങ്കിലും ഒന്ന് അറിയാനാ. അതുപോലെ തന്നെ റോഹൻ പറയുന്ന 1-2 കാര്യങ്ങൾ ക്രൂ മെമ്പേഴ്സിന്, അതെ അവിടെ സാധാരണ അവിടെയുള്ള കണ്ടസ്റ്റന്റ്സിനെ മാത്രമാണ് പുറത്തുള്ള ജനങ്ങളും അല്ലെങ്കിൽ റിവ്യൂസും എല്ലാവരും എടുത്ത് വാരിക്കിരുന്നത്. ഇത് ഇത്തവണ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു കണ്ടസ്റ്റന്റും നമ്മളെല്ലാവരും ജനങ്ങളെല്ലാവരും ഓരോ ദിവസം തെറി പറയുന്നത് അവിടുത്തെ ക്രൂ മെമ്പേഴ്സിനെ കൂടെ ചേർത്താണ്. അത് ഈ ഒരു സീസണിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു എന്ന് നമുക്കൊരു ഫീല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ സാബു ചേട്ടൻ എന്താ ഇങ്ങനൊരു
നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒന്നുകൂടെ നിങ്ങളത് ഈ ഒരു ക്ലിപ്പ് ഒന്ന് ഓടിച്ചൊന്ന് ബാക്കിലോട്ട് നിന്നിട്ട് നിങ്ങൾ കണ്ടുപോയിക്കോ വേണമെങ്കിൽ. എന്നിട്ട് ഇവിടുന്ന് തന്നെ എന്റെ വീഡിയോ കാണണേ. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു മൊത്തത്തിൽ അങ്ങ് കളഞ്ഞേച്ചും പോകരുത്. ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തോ അവിടെ ആ ഒരു ചോദ്യം ചോദിച്ചു, അതിനുള്ളൊരു ഉത്തരം പറയാതെ തന്നെ ഇങ്ങനെ തട്ടിക്കളിച്ച് അവിടെ വന്ന് നിർത്തി. പിന്നെ നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് തുടക്കത്തിൽ വെച്ചാണ് ഞാൻ നിർത്തിയത്, കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു കട്ട് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് എന്താണ് അതിന്? ഞാൻ ചിലപ്പോൾ വിട്ട് കളഞ്ഞു. ഈ ഒരു ചോദ്യത്തിന് പ്രോപ്പർ ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ. അതിനില്ല, അത് ചോദിച്ചിട്ടില്ല, അല്ല ഉത്തരം തന്നിട്ടില്ല. സാബുചേട്ടൻ പറയുന്നത് ഇത് എന്താണ്, ഇവിടെ ഒരുപാട് നിയമങ്ങളൊന്നുമില്ല. സാബുചേട്ടാ, ഒരുപാട് നിയമങ്ങൾ വേണമെന്നല്ല ഞാൻ പറയുന്നത് ആ ഗെയിമില്. നേരെ തിരിച്ച് ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, അതൊരു ഗെയിം അല്ല. എന്താണെങ്കിലും മനുഷ്യന്മാരുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സാധനം വേണ്ടേ? ഇത് ഇത്ര എണ്ണത്തിന് അവിടെ കിടത്തു. അതിനകത്ത് ഒരുത്തിന് പെട്ടെന്ന് ഒരു വല്ലാതെ വയ്യാഴിക വന്നു. അവനെ അപ്പൊ അവിടെ തന്നെ ഇട്ട് മറ്റേ ഊറ്റി കണ്ടന്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് കഴിഞ്ഞ ദിവസത്തെ എന്റെ വീഡിയോയുടെ അടി വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പൂജയുടെ ഒരു കേസ് ഞാൻ പറഞ്ഞു. പൂജ അവിടെ കുറെ നേരം കിടത്തി. സിബിനും പറയുന്നുണ്ട്, സിബിന്റെ ആ ഒരു ലൈവ് പ്രസ് മീറ്റില് പൂജ അവിടെ കിടത്തി. പൂജ എങ്ങും പറഞ്ഞിട്ടില്ല. സത്യമാണ്, പൂജ എങ്ങും പറഞ്ഞിട്ടില്ല. പൂജയ്ക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ്, അവിടെ 2-3 മണിക്കൂർ കിടത്തി. പൂജ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ലൈവ് കണ്ടവരൊക്കെ കണ്ടതാണ്. കുറെ നേരം ആ കുട്ടി അവിടെ കിടന്നതിന് ശേഷമാണ് ആ കുട്ടി വന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നത്. അത് ഒരു കുട്ടിക്ക് എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അവളെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുവന്ന ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ്, എന്തോരം ബുദ്ധിമുട്ടിയാണെന്ന്. അങ്ങനെ ഒരു കുട്ടിയുടെ അവസ്ഥ നിൽക്കുമ്പോൾ എന്തിനും അത്രയും നേരം അതിനെ അവിടെ ഇടുന്നു? അതൊക്കെ കേവലം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ചെയ്യത്തില്ലേ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. സാബുചേട്ടൻ എന്തോ, സാബുചേട്ടൻ അങ്ങനെ എല്ലാം തുറന്നടിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ട് സാബുചേട്ടൻ അവിടെ ഒരു പരിധിയിൽ കൂടുതൽ മിണ്ടിയില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. സാബുചേട്ടൻ, വിത്ത് ഓൾ റെസ്പെക്ട് യു, എൻ്റെ ഒരു സംശയം ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. കാരണം അവിടെ എന്തോ ഒരു സാധനം മുങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഞാനിവിടെ പറയുന്നു. കാണാത്തവർ, ഇന്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് മൊത്തത്തിൽ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ കണ്ടു നോക്കുക. എൻ്റെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പം നിർത്തിയിട്ടൊന്നും പോലേ, ഞാൻ ബാക്കി കൂടെ പറയുന്ന കേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അടുത്തൊരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോ. എന്താണെന്നറിയാമോ, ഇപ്പം എനിക്ക് എന്നെ വിലയിരുത്താനേ കഴിയുള്ളൂ. ഇപ്പം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഗെയിമൊന്നും ജയിക്കുകയൊന്നുമില്ല. ജയിക്കും, അല്ലാതെ ഒന്ന് ജയിച്ചിരിക്കണമെന്ന് പറഞ്ഞിറങ്ങില്ല. ടീം ജയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അല്ലാതെ ഞാനങ്ങനെ ഇൻഡിവിജ്വൽ വിജയത്തിന് വേണ്ടി അങ്ങനെ കിടന്ന് പിടിക്കാറില്ല. പിന്നെ വരുന്ന ചില സാധനത്തിനകത്ത് ഞാൻ ജയിക്കും, അത് ആരെങ്കിലും ജയിക്കണമല്ലോ. അപ്പം ഞാൻ ജയിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം ജയിക്കും, അല്ലെങ്കിൽ ടീമിനെ ജയിപ്പിക്കും. അതൊന്നും ഒരു വലിയ സംഭവമേ അല്ല. കാരണം ഇതിനകത്ത് വരുന്ന ഈ ഗെയിം വിജയമൊന്നും അല്ല ഇതിന്റെ വിജയത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ എന്താ പേഴ്സണാലിറ്റിയാണ് അതിനകത്തെ വിഷയം. നമ്മൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് കണ്ടിട്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒറിജിനൽ സ്വഭാവം പുറത്തു വരും അതിനകത്ത്. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ സംഗതി. അതിന്റെ ഒരു ടൈറ്റിൽ ഒരു വിന്നർ ആണ് പറയുന്നത്. ഞാൻ നേരത്തോട്ട് എന്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം അവിടെ ഈ കൊടുക്കുന്ന ടാസ്കുകളും ഗെയിമുകളും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഫിസിക്കലി മറ്റേ ഇതൊക്കെ എടുത്ത് അങ്ങ് പൊളിച്ച് ഗെയിമൊക്കെ കളിച്ച് പ്രൈസ് മേടി, അതല്ല നമ്മുടെ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്ത ഒരു അങ്ങനത്തെ ഒരു പരിപാടിയാണത്. നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ആണ് ആ ഒരു പ്രോഗ്രാം. അപ്പൊ അവിടെ വേണ്ടത്, അവിടെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് ആണ്. നല്ല രീതിയിൽ എങ്ങനെ നിൽക്കുന്നു, പേഴ്സണാലിറ്റി, ആളുകളുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് കൊടുക്കുന്നത്. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. നമ്മുടെ ഈ ഒരു സീസണിൽ തന്നെ നോക്കിക്കോളുക, ഞാൻ ആരുടെയും ഒരു സൈഡ് പിടിച്ച് ഫേവറിറ്റിസം കാണിച്ച് അങ്ങനല്ല, ഞാൻ ഉള്ള കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് കുറച്ച് തലയുള്ളവർക്ക് മനസ്സിലാവും. ഈ ഫാൻ പിടിച്ച് എൻ്റെ അടുക്കലോട്ട് വരണ്ട. ഓക്കെ, ഞാൻ ഇന്നയാളുടെ ഫാനാണ്, അതുകൊണ്ട് അവൻ നീ ഞങ്ങളുടെ മുതലാളിയെ പറയരുത്, അങ്ങനൊന്നും ഇവിടെ നടക്കത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയും. നമ്മുടെ ജിൻഡോ ചേട്ടനെ തുടക്കത്തിൽ നമുക്ക് കുറെ പേർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്തുകൊണ്ട്? ജിൻഡോ ചേട്ടൻ സ്ത്രീകളുടെ അടുക്കൽ സംസാരിക്കുന്ന രീതി, കുറെ വാക്കുകൾ പുള്ളിയുടെ വായിൽ നിന്ന് വീഴുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ മെല്ലെ എന്തുകൊണ്ട് പുള്ളിക്ക് ഇത്രയും ഫാൻസ് ആയി? എന്തുകൊണ്ട് ഇന്ന് പുള്ളി ജയിക്കണമെന്ന് ഇവിടെ പല ആളുകളും ആഗ്രഹിക്കുന്നു? കാരണം പുള്ളിയുടെ ക്യാരക്ടർ മാറി, പുള്ളിയുടെ പേഴ്സണാലിറ്റി, പുള്ളിയുടെ അഭിനയമാണോ വാട്ട് എവർ. ഇന്ന് ഒരാൾക്ക് ഇത്രയൊക്കെ അഭിനയിച്ച് പിടിച്ചു നിർത്താൻ പറ്റുമോ? എനിക്ക് അറിയത്തില്ല. ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് വായിന്ന് വീഴുന്നത് അത് എത്രയെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യും. ഞാൻ എപ്പോഴും തെറി പറയുന്ന ഒരുത്തരാണെങ്കിൽ എനിക്ക് എത്രയൊക്കെ പിടിച്ചു വെച്ചാലും ഒരു തെറ്റെന്റെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തെറി പറയും, അത് വേറെ കാര്യം. അപ്പൊ അത് ഗ്രാജുവലി അത് മാറുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സണാലിറ്റി, പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. സോ അതിനെയാണ് ജനങ്ങളോട് ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇന്ന് കുറെ പേര് പുള്ളി അല്ലാതെ ഇപ്പൊ ഏഷ്യാനെറ്റ് പറയുന്ന പോലെ കുറെ ആളുകൾ പറയുന്നുണ്ട്, ഏഷ്യാനെറ്റ് ഒരിക്കലും നമ്മുടെ ജിൻഡോ ചേട്ടനെ ജയിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് പല റീസൺസ് കാണും ജിൻഡോ ചേട്ടനെ ജയിപ്പിക്കാതിരിക്കാൻ. കുറെ പേര് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ കറുത്തത് കൊണ്ട്, ജിൻഡോ ചേട്ടൻ പൊട്ടൻ, സംസാരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് പുള്ളിക്ക് ഫസ്റ്റ് കാണത്തില്ല. പുള്ളി അതിലൊക്കെ ഭയങ്കര തോൽവിയായിരിക്കും. പക്ഷെ പുള്ളിയുടെ പേഴ്സണാലിറ്റി, പുള്ളിയുടെ ക്യാരക്ടർ ചേഞ്ച് ആയി. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ, സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇത്രയും മോശമായിട്ടുള്ള ഞാനാണെങ്കിൽ നാളെ എനിക്കൊരു ചേഞ്ച് വരുന്നതായിരിക്കും
സമൂഹത്തിൽ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഇഷ്ടം കാണാൻ. അവരപ്പോ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറ, അല്ലെങ്കിൽ അല്ല എന്ന് തോന്നുന്നവർ കമന്റ് ബോക്സിൽ തെറിയിടുവോ, എന്താന്ന് വെച്ചാൽ പറ. എനിക്ക് അങ്ങനെയാ തോന്നിയത് കേട്ടോ. സാബു ചേട്ടൻ പറഞ്ഞ വളരെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം അത്. ഈ മറ്റേ കളിച്ച് മറ്റേ അതൊന്നും അല്ല കേട്ടോ. ബാക്കി പല ഒപ്പമുള്ള മത്സരാർത്ഥികൾക്കൊപ്പം ഇത് ഫൈറ്റ് ചെയ്യണോ അതോ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇതിൽ എവിടെയൊക്കെ അവർ മര്യാദ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമെന്ന് പറയുമ്പോൾ ഇത് പരസ്പരം മര്യാദ കാണിക്കാനുള്ള ഒരു വേദിയല്ലല്ലോ, അല്ല പരസ്പരം പോരാടാനുള്ള ഒരു വേദി കൂടിയല്ലോ. അല്ലല്ല, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ അല്ലേ അത്. നമ്മൾ യുദ്ധത്തിനല്ലല്ലോ അവിടെ പോയിരിക്കുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മനുഷ്യരോടുള്ള പിന്നെ കരുണ, കാരുണ്യം, സഹകരണം, പിന്നെ സ്നേഹം, ഇതെല്ലാം വേണ്ട അതിനകത്ത്. സോ അങ്ങനെ കരുണയും സ്നേഹവും കൊടുക്കാനും അത് വളർത്തിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ദുർഗുണ പരിഹാര പാഠശാല പല കേരളത്തിലെ പല മേഖലകളിലുള്ളവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടിട്ട പ്രതീതി ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടിട്ട പറ്റില്ല, നന്നായില്ല. അപ്പൊ നന്നായി പോയുള്ളൂ. അവരുടെ പേഴ്സണൽ വ്യക്തിത്വം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ വ്യക്തിത്വം നന്നാവുന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഇറങ്ങിയവരൊക്കെ ആ പേഴ്സണാലിറ്റിയിൽ അവർ മാറ്റം ഉണ്ടാവണം. ഈ ഇറങ്ങി വരുന്നവരൊക്കെ ആ പേഴ്സണാലിറ്റി മാറ്റി വ്യക്തിത്വത്തിൽ മികവുണ്ടായി വരുന്നവരാണോ? അതെനിക്കറിയില്ല. നമുക്കും പറയാൻ പറ്റത്തില്ല. പല ചേട്ടന്മാരും പുറത്തിറങ്ങിയിട്ട് അവരുടെ പേഴ്സണാലിറ്റി മാറി അവരതിനകത്ത് പോയത് സെൽഫ് ക്ലെൻസിങ്ങിനാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അങ്ങനെ കുറെ പേരൊക്കെ പറഞ്ഞ് പുറത്ത് ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെയാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ പോയാൽ ഇങ്ങനെ നന്നാവണം, സ്വന്തമായിട്ട് നന്നാവണം. ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്യുന്നു, ഞാൻ ആളുകളെ കുറ്റം പറയുമ്പോൾ അവരുടെ സൈഡ് നോക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നന്നാവണം എന്നൊരു ആഗ്രഹമാണെങ്കിൽ ഒരിക്കലും പോകേണ്ട ഒരു സ്ഥലമല്ല അത്. അവിടെ എന്താണ് അയാൾ എന്താണ്, ഇപ്പൊ ഞാൻ അതിനകത്ത് പോവുകയാണെങ്കിൽ തന്നെ ഞാൻ എന്താണ് എന്നുള്ളത് പുറത്ത് ജനങ്ങൾ കാണും. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. അത് നമ്മൾ എന്താണെന്ന് ജനങ്ങൾ അറിയും. ഞാൻ പോയാൽ എൻ്റെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവങ്ങൾ വരെ നിങ്ങൾ അറിയും. അങ്ങനെ നിങ്ങൾ എന്നെ വെറുക്കാൻ തുടങ്ങും. അതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെ നിങ്ങൾ എന്നെ വെറുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിന്ന് മറ്റേ കഥകളി കളിക്കും, ഞാൻ നിന്ന് മറ്റേ വെളുപ്പിക്കാൻ ശ്രമിക്കും. മനസ്സിലായില്ല? അത് ഞാൻ അങ്ങനല്ല, ഞാൻ മറ്റേ നന്നാവാൻ വേണ്ടി ശുദ്ധീകരിക്കാൻ വേണ്ടി കയറിയതാണ്, ഞാൻ മറ്റേതാണ്, ഞാൻ മറിച്ചേതാണ്. അവിടെ വിന്നറായുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യം ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ്. നന്നാവണമെങ്കിൽ ഒരാൾ നന്നാവാൻ വേണ്ടി പോകുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ്. ഭയങ്കര ബുദ്ധിയുള്ള കുറെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് പോയി നന്നാവാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ. അല്ല അല്ല, അങ്ങനെ നന്നാവേണ്ട ഒരുത്തനാണ് എനിക്ക് ബാക്കി എല്ലാത്തിനകത്തും ഒരു ശാന്തത, ഒരു പീസ്ഫുൾ, കുറച്ച് നാളത്തേക്ക് എനിക്ക് കുറച്ച് സമാധാനം വേണം, അപ്പൊ ഞാനൊന്ന് റീഫ്രഷ് ആവും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് വേറെ എങ്ങോട്ടെങ്കിലും പോകണം. ജസ്റ്റ് ഗോ ഫോർ സം ട്രാവൽ, എങ്ങോട്ടെങ്കിലും പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് കാരം പിടിച്ച് നേരെ പോകേണ്ട സ്ഥലമല്ല ബിഗ് ബോസ്. അവിടെ ശരിക്കുള്ള നിങ്ങളെ പുറത്ത് ജനങ്ങൾക്ക് മനസ്സിലാവും ചെന്ന് കഴിഞ്ഞാൽ. അത് അറിയും. അത് രണ്ട് രീതിയിലുണ്ട്, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. അപ്പൊ നെഗറ്റീവായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സമ്മതിക്കുക, കാല് പിടിച്ച് സമ്മതിക്കുക, തെറ്റുപറ്റി ഇവിടെ വിടുക, ജനങ്ങൾ വിട്ടുകളയും. അല്ലാതെ അതിനെ വെളുപ്പിക്കാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ പാണി പാളും. അപ്പൊ ബാക്കി കുറേയേറെ പരിചിതമായിട്ടുള്ള മുഖങ്ങളും വ്യക്തിത്വങ്ങളായിരുന്നു. ആരും പോകാൻ തയ്യാറായില്ല. അത് എന്താ അതിന്റെ ഒരു കാരണം? തുടക്കത്തിലെ കണ്ട സീസണിന്റെ അത്രത്തോളം പ്രഭാവം പിന്നീട് കാണാൻ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരു ആരും പോകാൻ തയ്യാറാകുന്നില്ല. കാര്യം ഇവരുടെ ഇമേജിനെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളൊരു മാറ്ററാണ്. ശരിക്കും നെഗറ്റീവ് ഷെയ്ഡ് വരുമോ? നെഗറ്റീവും പോസിറ്റീവും വരാം ഇല്ലേ? കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാബു എന്ന വ്യക്തി. അത്രയും നെഗറ്റീവ് ഷെയ്ഡിൽ പോയി കഴിഞ്ഞിട്ട് പിന്നീട് അത്രയും പോസിറ്റീവായിട്ട് വന്ന ഒരാളല്ലേ. പഠിക്കാൻ പോയ ഒരാളാണെങ്കിലും അവിടെ വന്ന് കളി കണ്ടതിനനുസരിച്ച് പോയ ഒരാളല്ലേ. ശരിക്കും അപ്പൊ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എടുക്കാൻ തയ്യാറാണ്. അതെ, ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. രണ്ട് വശങ്ങളുണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സൗജന്യം ഇപ്പൊ പറയുന്നത് സൗജന്യം അറിയാത്ത സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആരും അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇമേജിന് കോട്ടം തെറ്റും, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും ഇത്രയും ദിവസമൊക്കെ അതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വ്യക്തിയെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിയെ ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ അതിനകത്ത് പോയി മണ്ടത്തരം കാണിച്ച് പുറത്ത് വന്ന ഒരാളെ ഞാൻ ഒന്നും പറയാൻ പോകത്തില്ല. കാരണം ഞാനാണെങ്കിലും ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫേസ് ദേഷ്യം വരും, പൊട്ടും, എന്ത് വേണമെങ്കിലും സംഭവിക്കും. സിനിമയിലുള്ള ആൾക്കാർ പോലും പോകാത്തതിന്റെ കാര്യം അതാ. സാബുചേട്ടൻ പോയതിന്റെ ഒരു കാര്യം സാബുചേട്ടനകത്ത് പറയുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് എന്റെ ഇമേജ് നോക്കാനൊന്നുമില്ല, എന്ത് വേണമെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് പോകുന്നത്. ആ ഒരു മെന്റാലിറ്റി ഉള്ളവർക്ക് പോകാം. ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അതിനകത്ത് പോകാൻ പറ്റത്തില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പിന്നെ പുറത്തുനിന്ന് പേര് മറ്റേ കഥകളൊക്കെ പറഞ്ഞ് അതിനകത്ത് പോയി, അതാണ് കുറെ പേർക്ക് ഇപ്പൊ പണി കിട്ടുന്നത്. പുറത്തുനിന്ന് ഭയങ്കര കഥകളൊക്കെ പറഞ്ഞിട്ട് അതിനകത്തോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ വേറെ വലതും കാണിക്കും. പോയില്ലേ, അപ്പൊ പിന്നെ ഒന്നും മിണ്ടാതെ പോവുക, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് തിരിച്ചിറങ്ങി വരിക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ ആരോടും ഒരു കഥയും പറയാൻ നിങ്ങൾ പൊക്കോ, ആരും നിങ്ങളെ എന്ത് പറയാനാ, പറഞ്ഞു കഴിഞ്ഞാൽ പോടാന്ന് പറയാം. കാരണം നിങ്ങൾ അതിനകത്ത് അതാണ് അവസ്ഥ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഊരിപ്പോരാം.
അല്ലാതെ അത് പറയാൻ നിൽക്കരുത്. ബാക്കി അപ്പൊ എങ്ങനെ വേണമെങ്കിലും portrait ഈ ചെയ്യാം. സംസാരത്തിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അഭിലാഷ് അവിടെ ഇരുന്ന് എഴുതുന്നത് കാണിക്കാം ചെയ്യാം. ആണാ 24 hour ഷോ എന്ന് പറയുന്നെങ്കിലും ഇതിൽ പല ക്യാമറാസ് വരെയല്ലേ. അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ട കണ്ടസ്റ്റൻസിന് കുറേ കൂടി അല്ലെ സ്ക്രീനിൽ കൊടുക്കാം. അങ്ങനെ പറ്റില്ല. എനിക്കൊന്ന് ഫോറിനിൽ എനിക്കൊന്ന് ബിഗ് ബ്രദറിലാണെന്ന് തോന്നുന്നു നമുക്ക് ക്യാമറ ചൂസ് ചെയ്യാം. ഉണ്ട് അവരുടെ വെബ്സൈറ്റിൽ ഹോൾ ക്യാമറാസ് ഓൺ ആണ്. ഓക്കെ. അപ്പൊ അതൊരു പാനലായിട്ട് വരും. ചെയ്യാം. മനസ്സിലായി. ഏത് കണ്ടസ്റ്റന്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സാധനം റൺ ആകും. ഇവിടെ അതില്ലല്ലോ. ഇല്ല. ഇവിടെ ഇവര് എഡിറ്റ് ചെയ്ത് വിടുന്നതാണ്. ആ സാധനം അടുത്ത വർഷം വെക്കാൻ എല്ലാവരും കൂടെ പറയും. പക്ഷെ അത് ഇവിടെ പ്രാക്ടിക്കലി പോസിബിൾ ആവും. അത് പ്രായോഗികമായിട്ട് ടിവിയിൽ നിന്ന് കാണും. ടിവിയിലല്ലോ ഈ വർഷം. അത് സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ സൗചേട്ടൻ പറഞ്ഞത് നമ്മുടെ ബിഗ് ബ്രദർ പോലുള്ള ഇന്റർനാഷണൽ ലെവലുള്ള ഒരു പരിപാടിക്കൊക്കെ അങ്ങനെയുള്ള ലൈക്ക് പരിപാടികളിൽ എനിക്ക് തോന്നുന്നത് ഹോളി എവിടെയാണോ ഇങ്ങനത്തെ പരിപാടി ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഏതാണെന്ന് എനിക്ക് കൺഫേം ആയിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അറിയാത്ത കാര്യം ഞാൻ പറയാൻ പോകത്തില്ല. പക്ഷേ സാബുചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഈ ഒരു ഷോയിൽ ഇങ്ങനെ ഇത്രയും ക്യാമറകളുണ്ട്. അപ്പം ക്യാമറ ജനങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ കാണിക്കുന്നത് അതിനകത്ത് കാണണം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിപ്പോൾ ഈ ടി വിയിൽ എപ്പിസോഡായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ 24 hours ലൈവ് ആണല്ലോ. ആ ലൈവിൽ ഇത്രയും ക്യാമറകൾ വർക്ക് ചെയ്യല്ലേ. നമ്മുടെ ഇവിടുത്തെ നമ്മളിപ്പോൾ കാണുന്ന ലൈവിലാണെങ്കിൽ പോലും എഡിറ്റേഴ്സ് ഉണ്ട് അവര് അവിടെ. അവന്മാരുടെ ഇഷ്ടത്തിന് അവന്മാർ മറ്റേ മാറ്റി ചൂസ് ചെയ്ത് തരുന്നേ നമുക്കിരുന്ന് ലൈവ് കാണാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് ഈ എല്ലാ ക്യാമറയും സ്പോട്ടിലിനകത്ത് ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ പോലുള്ള ഒരു ഇതിനകത്ത് പോയിട്ട് നമുക്ക് ഏത് ക്യാമറയാണോ നമ്മുടെ ആൾ എവിടെയാണോ അയാളുടെ നമുക്ക് കാണണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് അയാൾ എന്താ കാണിക്കുന്നത് നമ്മൾ അറിയാൻ പറ്റുന്ന അങ്ങനെ ഒരു പരിപാടി വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് സാബുചേട്ടൻ പറയുന്നത്. വളരെ നല്ലതായിരിക്കും. ഒരു കാര്യം വെളിയിൽ പോകത്തില്ല. എല്ലാ ഡീറ്റെയിലും പുറത്ത് നമ്മൾ അറിയും. അങ്ങനെ കുറച്ചും കൂടെ ഒരാളെ നമുക്ക് കണ്ട് നമ്മൾ സെറ്റായി നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് ദ റിയൽ വിന്നർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളത്. ഇത് ഇവന്മാർ എഡിറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്ന പരിപാടിയല്ലേ. എത്രയൊക്കെ ലൈവാന്ന് പറഞ്ഞാലും അവിടെ അവന്മാർക്ക് എന്തെങ്കിലും ഒരെണ്ണം കാണിക്കണ്ട. ഇല്ലെങ്കിൽ അവരവിടെ ഇപ്പം ഏതെങ്കിലും 2 കമിതാക്കൾ അവരെന്തോ പരിപാടി. അപ്പൊ അത് ഇപ്പൊ കാണാൻ മറ്റേ ഇരിക്കുന്ന കുറെ ചേട്ടന്മാരുണ്ടായിരിക്കും. ഇവന്മാർ ഇത് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എഡിറ്റർമാര് എന്നാ നീ കാണണ്ട ഇത് കാണുമെന്ന് പറഞ്ഞ് നേരെ അപ്പുറം വല്ല ബിസ്ക്കറ്റ് കഴിക്കുന്നത് എന്തെങ്കിലും കാണിച്ചു തരും. ഇല്ലേ? ഈ പരിപാടിക്ക് വരാൻ നേരെ ആൾക്കാർക്ക് വേണ്ടത് കാണട്ടെ എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് വന്നാൽ സാബുചേട്ടനെ പറയുന്ന കൊള്ളാം. ആ സെറ്റപ്പ് ഈ ഒരു സീസണിൽ എന്തായാലും വരായിരുന്നു നന്നായി. എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു കൂട്ടുകാരെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ബ്ലോക്ക് ഡാഡി പണ്ടേ അറ്റാക്ക് വന്ന് ചത്തേനെ. അപ്പൊ എന്തായാലും സാബുചേട്ടന്റെ ഈ ഒരു ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലുണ്ട്. നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണുക. എൻ്റെ ഈ വീഡിയോ തീർത്തതിന് ശേഷം കേട്ടോ. ഇത് കാണാതിരിക്കല്ലേ ആരും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യം വെച്ച ആ ഒരു ക്ലിപ്പിനകത്തൊരു ഡൗട്ട് തോന്നി. അത് ഞാൻ ഓപ്പണായിട്ട് ഇവിടെ പറഞ്ഞു. എന്തോ എനിക്കത് അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ ചെറിയ കളിയൊന്നും അല്ലത്. കാരണം സിബിന പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യം കാണും. മരുന്നിന്റെ പരിപാടികൾ അതാണെങ്കിൽ അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു. അത് ചെറിയൊരു ടീമൊന്നും ആയിരിക്കത്തില്ല അതിന്റെ പുറകെ കളിക്കുന്നത്. ഇറ്റ്സ് എ ബിഗ് ഷിറ്റ് സീൻ. അത് എന്തായിരിക്കും സിബിൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. സിബിന്റെ അച്ഛനമ്മ ആക്സിഡന്റ്, ഇങ്ങനെ ഇതൊക്കെ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ സിബിൻ കളിക്കുന്നത് വന്നൊരു ടീമുമായിട്ടാണ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് മുന്നോട്ട് നോക്കാം. ഞാൻ എന്തായാലും തെറ്റാറുടെ ഭാഗത്താണോ അവരെ ഞാൻ എതിർക്കും. എന്തൊക്കെ വന്നാലും എതിർക്കും. ബാക്കി നമുക്ക് നോക്കാതെ എനിക്ക് പ്രത്യേകിച്ചും നോക്കാനും പിടിക്കാനും ഒന്നും ഇല്ല. ഐ എം ഓൾവേസ് ദെയർ. സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെയെങ്കിലും നിന്നിട്ടൊന്ന് രക്ഷപ്പെടാൻ പറ്റിയ രക്ഷപ്പെടട്ടെ എന്നാണ് എൻ്റെ ഒരു മൂടിപ്പം. അല്ലാതെ കള്ളത്തിന്റെ പുറകെ ഒന്നും പോയി അല്ലെങ്കിൽ കുറച്ച് കാശ് കിട്ടുന്നെന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് ചാടിയാ അത് പണിയാകും. അത് ഉറപ്പുള്ള കാര്യം. ആ കാശ് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവത്തില്ല. അത് സത്യമാണ്. പിന്നെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദൈവത്തെ ഓർത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.